ഒന്ന് വേഗം നടക്കാരാവുണ്ണി. തിരുമേനി പൂജാപനൊക്കെ അറിയാൻ പിന്നെ ഉടനെ കാണാൻ പറ്റില്ല. കുറുപ്പേട്ട പേടിക്കണ്ട, നമ്മൾ തിരുമേനിയെ കണ്ടേ മടങ്ങൂ. അതെ ജ്ഞാനിയാ, നമ്മൾ വരുന്നത് നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും. തിരുമേനി, തിരുമേനി, കോലോത്തെ ഇളയ സന്ധിക്ക് വിഷം നേണ്ടി. കോലോത്തെ കൃഷ്ണനുണ്ടേ? മൂത്ത മോളുടെ കൊച്ചുമോളാ. കുട്ടിയെ അങ്ങോട്ട് കടത്തിക്കോളൂ. എപ്പോഴാ സംഭവിച്ചേ? ഇന്ന് വെളുപ്പിന് കുട്ടി കണ്ടിങ്കരയിൽ മുഖം കഴുകാൻ ചെന്നായിരുന്നു. അപ്പോഴാ ആനന്ദാ, എന്തോ? ആ വെള്ളവും മരുന്നും എടുത്തോളൂ. മുറിവ് നല്ലോണം കഴുകി കാൽപാദത്തിലും നെറുകിലും പറ്റി വെക്കുക. ശരി. ഇങ്ങനെ പല ആവർത്തിയായല്ലോ ഓരോ അനിഷ്ടങ്ങളെ. ശാപാ, കോലോത്ത മച്ചിൽ പോകുന്ന ശാപാ. വെള്ളവും പൂവും ഒന്നും വെറുതെ കിട്ടാഞ്ഞ് കാറ്റായില്ലേ? ആദ്യം അതിനുള്ള പരിഹാരം ചെയ്യാൻ പറയാ തമ്പ്രാക്കന്മാരോട്. ഇപ്പൊ ഇതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല തിരുമേനി. അപ്പൊ കോലോത്ത കൃഷ്ണനോട് ഭരണം ഇപ്പോഴും ഉണ്ടെന്ന് സാരം. മോളുടെ സ്ഥിതി എങ്ങനെയുണ്ട് തിരുമേനി? ഇപ്പോഴൊന്നും പറയാറായിട്ടില്ല. ഔഷധം പ്രവർത്തിച്ചു തുടങ്ങട്ടെ. നിങ്ങളൊക്കെ അങ്ങോട്ട് മാറി നിൽക്കുക. അനന്താ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോലോത്തറവാട്ടിലെ 5ാമത്തെ ആളെ വിഷം തീണ്ട. എങ്ങനെ തീണ്ടാതിരിക്കും ചിരിത? ഭഗവതിയുടെ വാളിനെയും ചെലമ്പിനെയും ചൊല്ലി ഒന്നായിരുന്ന 2 കുടുംബങ്ങൾ തമ്മിലല്ലേ തർക്കം? അത് ശരിയില്ല. കോലോത്തെ കാരണവര് വാളും ചെലമ്പും ആർക്കും കൊടുക്കാതെ കെട്ടിപ്പിടിച്ച് കിടക്കല്ലേ അവിടെ. പിന്നെങ്ങനെയാ? കൊല്ലത്തെ കുട്ടി രക്ഷപ്പെട്ടു. ഏതായാലും അതിന്റെ ജീവൻ ഭഗവതി കാത്തു. ഏതായാലും കാണാരാ, എനിക്ക് ഇത്തിരി കള്ളെടുത്തേ. ഓ, വല്ലാതെ മൂത്തല്ലോടെ കണ്ണാരാ കള്ള്. മൂത്ത കളികളിലെ പച്ചുള്ളി വീരം കൂടുതല്. പാച്ചുണ്ണി, ഇത്തവണത്തെ വിഷുവിന് കോലോത്തെ ഭഗവതിക്കാവിലെ ഉത്സവവും കോമ്പരത്തുള്ളും ഉണ്ടെന്ന് ഏകദേശം ഉറപ്പായി. കുറെ കാലായി മുടങ്ങിക്കിടക്കുന്ന ഭവിഷ്യത്തുകളിലെ ഈ കാണുന്നതൊക്കെ. ഇക്കുറിലെ ഭൂമി പൂജയ്ക്കെങ്കിലും തറവാട്ടിലെ വാളും ചിലമ്പും കൊണ്ടുവരണമെന്നാ ശേഖരൻ കുട്ടിയും കൂട്ടരും പറയണേ. അത് നടക്കുന്നു തോന്നുന്നില്ല. ആ കാരണവരെ വാളും ചെലവും വിട്ടുകൊടുക്കില്ലെന്ന് കേട്ടത്. ഇല്ല, ഒരുത്തന് വിട്ടുകൊടുക്കില്ല ഈ തറവാടിന്റെ വാളും ചിലമ്പും. എന്റെ അവസാനം വരെ ഒരുത്തനെ കൊണ്ട് ഞാൻ തൊടിയിക്കില്ല. എന്താ സംശയമുണ്ടോ? എന്തിനാണ് ചിത്രവാശി? ഈ തറവാടിന്റെ നല്ലതിന് വേണ്ടിയല്ലേ എല്ലാവരും പറയണത്. എന്നെ തോൽപ്പിച്ച ആരും ഇവിടെ വലിയവരാവണ്ട. ഈ വിഷുവിനെങ്കിലും ഇവിടുത്തെ ഭഗവതിയുടെ കോമരം എഴുന്നള്ളിക്കണം. ശേഖരേട്ടനോ വിശ്വംഭരേട്ടനോ ആ കർമ്മം നിർവഹിക്കണമെന്നാ ദേശക്കാരുടെ ആഗ്രഹം. എന്റെ തറവാടിന്റെ കാര്യം നോക്കാൻ ഒരു ദേശക്കാരനും ഈ കൃഷ്ണനുണ്ണിയുടെ മുമ്പിൽ വളർന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ
അത് മാറ്റിവെക്കാൻ പറഞ്ഞേക്ക് എന്റെ മോളെ. അച്ഛൻ കാണുന്നല്ലേ നമ്മുടെ കുടുംബത്തിലെ ഓരോ ദുരന്തങ്ങള്. ഉണ്ടാവും, ഉണ്ടാവണം. ആ ദുരന്തങ്ങൾക്ക് മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് എനിക്ക് ഉയരണം. എന്നെ തടയാൻ ശ്രമിക്കുന്നവരെ എന്ത് ശക്തി ഉപയോഗിച്ചും ഞാൻ കീഴ്പ്പെടുത്തും. ഇല്ല ഇല്ല അച്ഛാ, ഇനി ഒരു ദുരന്തം ഈ കുടുംബത്തുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട, നിന്റെ തള്ളയുടെ അനുഭവം നിനക്കറിയാലോ. ഇനി ഒരുപാട് ചങ്ങല മച്ചിനകത്തുണ്ട്, അതെടുക്കാൻ ഇടവരുത്തല്ലേ എന്റെ മോളെ. അമ്മേ, ചേച്ചി അമ്മയ്ക്ക് കൂടിയെന്നാ തോന്നണേ. മോള് പേടിക്കണ്ട, നമ്മുടെ അമ്മയല്ലേ. എന്റെ മുമ്പിൽ വരണ്ടാന്ന് പറഞ്ഞതല്ലേ അശ്രീകരം. മോൾ അപ്പുറത്തേക്ക് പോയിക്കോ, ബാമിച്ച് അമ്മയ്ക്ക് കഞ്ഞി കൊടുത്തിട്ട് വരാം. ശരി അമ്മേ, ഇത്തിരി കഞ്ഞി കുടിച്ചേ. അമ്മയോട് ഞാനൊരു കാര്യം ചോദിച്ചാ അമ്മ പറയോ? അമ്മയ്ക്കറിയോ ആ വാളും ചിലമ്പും ഇരിക്കുന്ന സ്ഥലം? എന്താ എന്താ ഇവിടെ ഒരു ബഹളം? അടങ്ങിയിരിക്കില്ലല്ലേ നിന്നെ? ഈ തറവാട്ടിൽ എന്റെ ഈ കൃഷ്ണനുണ്ണിയുടെ ശബ്ദം മാത്രം ഉയർന്നു കേട്ടാ മതി. മനസ്സിലായോ നിനക്ക്? ഓടി മാറി നിക്കടി. ഈ ദേശത്തെ നാട്ടുപ്രമാണി നിലയ്ക്ക് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. വിഷുവിനെങ്കിലും വർഷങ്ങളായി മുടങ്ങിയ ഭൂമി പൂജ നടക്കണം. കോരത്തെ വാളും ചിലമ്പും തറവാട്ടുമുറ്റത്തെത്തണം. അത് ദേശക്കാരെ ഏൽപ്പിക്കണം. കോമരം തൊള്ളണം. അനന്തരാവകാശിക്ക് എത്രയും വേഗം വാളും ചിലമ്പും വിട്ടുകൊടുക്കണം. എന്താ കാർത്തിനമ്മേ? അതെ, മരുമക്കൾക്ക് കൊടുക്കണം. അതാണ് ശരി. മരുമക്കൾക്ക് തന്നെയാണ് അതിന്റെ അവകാശം. എന്തായാലും ദേവതത്തിന് ഇവിടെ ഉണ്ടാവുമല്ലോ. ഇനി കാര്യങ്ങൾക്ക് ചൂടുണ്ടാവും. ഭൂമി പൂജ നടക്കാത്തതുകൊണ്ടുള്ള അനർത്ഥങ്ങളാണ് ഇവിടെ കാണുന്നത്. തറവാടിന് മാത്രമല്ല, ദേശത്തെ കുടുംബങ്ങളെയും അത് ബാധിച്ചിരിക്കുന്നു. എന്താ പതിവില്ലാത്തൊരു കൂടിയാലോചന? അല്ല, എല്ലാരും പറയാ ഈ വിഷുവിനെങ്കിലും ഭൂമി പൂജ നടക്കണം. ആയിക്കോട്ടെ, എനിക്ക് യാതൊരു വിരോധമില്ല. അമ്മാവാ, എല്ലാരും പറയുന്ന സ്ഥിതിക്ക് വാളും ചിലമ്പും. ശേഖരൻകുട്ടി, തറവാട്ടിലെ തലമൂത്ത കാരണവരായ എന്റെ ശ്വാസം നിലച്ചിട്ടില്ല. അതിനുശേഷം ആവാം അവകാശമൊക്കെ. അമ്മ പറയുന്ന നേരാ. ആണ്ട് കുറെ ആയില്ലേ മച്ചിലെ ഭഗവതി ഉണർത്തിയിട്ട്. വിശ്വംബര, വേണ്ട, അതിബുദ്ധി വേണ്ട ആർക്കും. എന്താ വല്യേട്ടത്? ഇവിടെ ഉണ്ടാവുന്ന അനർത്ഥങ്ങളൊന്നും വല്യേട്ടൻ കാണുന്നില്ലേ? വല്യേട്ടൻ ഇനിയെങ്കിലും വാശി ഉപേക്ഷിക്കണം. ഉപേക്ഷിക്ക്, എല്ലാം ഉപേക്ഷിക്ക്. അതിന് ഈ കൃഷ്ണനുണ്ണി വേറെ ജനിക്കണം. ആ, ഓം ശ്രീ ഗണപതായ വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ദേവി കാക്കണേ, ഭഗവതി. ആരൂഢം ചിന്തിച്ചതിൽ അങ്ങക്കിപ്പോ സമയം വല്ലാതെ മോശമാണ്. ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനുള്ള പരിഹാരങ്ങളൊന്നുമില്ലേ പണിക്കരെ? മുടങ്ങിക്കിടക്കണ തറവാട്ടിലെ ഉത്സവം നടത്തണം. ഭഗവതിയെ പ്രീതിപ്പെടുത്തണം. ചടങ്ങുകളൊക്കെ നടത്തണം. സാധ്യമല്ല.
അങ്ങനെ ചെയ്താൽ എനിക്ക് നഷ്ടമാവുന്നതേ. അത് സംഭവിച്ചുകൂടാ. പിന്നെ എന്താ ഒരു മാർഗം? മാർഗം കണ്ടുപിടിക്കണം. ഞാനോ? നാളെ തറവാട്ടിൽ കബഡി നിർത്തുമ്പോൾ പണിക്കരുടെ പ്രവചനം മാറണം. അല്ല, മാറിയിരിക്കണം. അയ്യോ, ദൈവകോപം ഉണ്ടാവൂ അങ്ങുന്നേ? പരിഹാരം ചെയ്താൽ മാറാത്ത കോപങ്ങളൊന്നുമില്ല. ഇതൊരു തുടക്കമാ. കൂടെ നിന്നാൽ ഇനിയും പ്രതീക്ഷിക്കാം. പ്രശ്നവശാൽ ദേവീ കോപം തറവാട്ടിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കലശകുംഭങ്ങൾ വെച്ച് ആവാഹിച്ച് കോമരം തുള്ളി അരുൾപ്പാടുണ്ടാവണം. അതിനുള്ള ഒഴിവ് കാണുന്നത് ഈ തറവാട്ടിലെ കാരണോർക്ക. പണിക്കരെ, പാരമ്പര്യമായി കോമരം തൊള്ളാനുള്ള അവകാശം മരുമക്കൾക്കാ. പക്ഷെ എന്തു ചെയ്യാനാ? അങ്ങനെ വന്നാൽ ദേവീകോപം ഇരട്ടിക്കുമെന്ന പ്രശ്നത്തിൽ കാണുന്നത്. ദേശത്തെ പണിക്കരെ ഞങ്ങൾക്ക് വിശ്വസിക്കാലോ? തീർച്ചയായും അങ്ങനെ തന്നെ കരുതാ. ലേശം ധൃതിണ്ടേ. അമ്മേ, ശേഖരേട്ടാ, ഇന്നെന്തേ വൈകിയത്? നിങ്ങളെ കാണാൻ വേണ്ടി നിന്നതാ. എന്താ കുട്ടി? ശേഖരേട്ടാ, ഇന്നലെ തറവാട്ടിൽ നടന്ന പ്രശ്നം വെക്കൽ എന്തൊക്കെയോ ചതി നടന്നിട്ടുണ്ട്. കുട്ടി എന്തൊക്കെയാ പറയണേ? ഇന്നലെ രാത്രി കളപ്പുരയില് അച്ഛനും കാര്യസ്ഥനും പണിക്കരും കൂടി എന്തൊക്കെയോ അടക്കം പറഞ്ഞ കേട്ടു. നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾ ഇന്നലെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? പണിക്കരുടെ കയ്യിൽ കിടക്കണ മോതിരം. ശരിയാണല്ലോ, ഞാനും വിശംബരനും കൂടി ആ പണിക്കരെ ഒന്ന് വേണ്ട പോലെ കാണുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടോ? ഇതിൽ കൂടുതൽ എന്തു പ്രശ്നം ഉണ്ടാവാനാ? ആ, നീ വെക്കോ. തിരുവേനി, പണിക്കരെ കൊണ്ട് ഞങ്ങൾ സത്യം മുഴുവൻ പറയിച്ചു. വല്യമ്മാവൻ പണിക്കരെ കൊണ്ട് നുണ പറയിപ്പിച്ച. പക്ഷേ ഇക്കാര്യം ഞങ്ങൾ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ ഇടപെടണമെന്നായിരിക്കും. നിങ്ങൾക്കറിയോ, എനിക്കറിയുന്ന പോലെ കൃഷ്ണനുണ്ണിയെ ആർക്കും അറിയില്ല. നിങ്ങൾക്കൊരു സത്യം അറിയണോ? വാളിലും ചിലമ്പിലും ഒന്നും അല്ല കൃഷ്ണനുണ്ണിയുടെ കണ്ണ്. നിധിയില, പാരമ്പര്യമായി കിട്ടിയ നിധി. അത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് ദേവിയെ കുടിയിരുത്തിയ പറമ്പിലാ. സത്യമാണോ തിരുമേനി? വാളും ചിലമ്പും സൂക്ഷിക്കുന്ന തറവാട്ടിലെ തലമൂത്ത കാരണവർക്കേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. ആ കീഴ്വഴക്കം കൃഷ്ണനുണ്ണിക്ക് ഒരുപാട് ഗുണം ചെയ്തു. പിന്നെ കുഞ്ഞുദേവി. കുഞ്ഞുദേവിയോ? അതുകൊണ്ട് ആത്മഹത്യ ചെയ്ത കോലത്ത് അടിച്ചേലിക്കാരിയല്ലേ? കുഞ്ഞുദേവിയുടെ മരണം ആത്മഹത്യയാക്കി മാറ്റുകയായിരുന്നു കൃഷ്ണനുണ്ണി. എന്താ തിരുമേനി പറയുന്നത്? സത്യം. കുഞ്ഞുദേവിയുടെ മേൽ കൃഷ്ണനുണ്ണിക്ക് പണ്ടേ ഒരു കണ്ണുണ്ടായിരുന്നു. ഒരു സന്ദർഭം ഒത്തു കിട്ടിയപ്പോ
കുഞ്ഞുദേവിയുടെ ആത്മാവ് കൃഷ്ണനുണ്ണിയുടെ ഉറക്കം കെടുത്തി. അവസാനം എന്റെ അടുത്ത് വന്ന് അതിനുള്ള പരിഹാരവും ചെയ്തു. ഇനിയിപ്പോ വല്യമ്മാമന്റെ മുഖംമൂടി വലിച്ചു കീറാൻ എന്താണ് ഒരു മാർഗം? നാളെ നിങ്ങൾ ദേവിക്ക് കളം എഴുതി കർമ്മം കൊടുക്കണം. അതും കൃഷ്ണനുണ്ണി തടയാൻ ശ്രമിക്കും. ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ധൈര്യമായി മുന്നോട്ട് പൊക്കോളൂ. അനന്തരം ഞാൻ അങ്ങോട്ട് അയക്കാം. ഓം മന്ത്രരാജായ വിദ്മഹേ മഹാമന്ത്രായ ധീമഹി തന്നോ മന്ത്രപ്രചോദയാത്. ഓം മന്ത്രരാജായ വിദ്മഹേ മഹാമന്ത്രായ ധീമഹി തന്നോ മന്ത്രപ്രചോദയാത്. തറവാട്ടിലെ ചിലതെല്ലാം ബന്ധനത്തിലാണെന്ന് കാണുന്നു. ആ തടസ്സം നീക്കണം. അനന്ത കാര്യങ്ങൾ പറയാ. മനസ്സിലായില്ലെന്നുണ്ടോ? കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇവിടെ വരണം. പോയി അഴിച്ചിട്ട് വാ. ഓം മന്ത്രരാജായ വിദ്മഹേ മഹാമന്ത്രായ ധീമഹി തന്നോ മന്ത്രപ്രചോദയാത്. വല്ലുങ്ങല്ലേ ചതിച്ചു. പണിക്കരെ വിഷം തീണ്ടി. തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? സ്വത്തിന് വേണ്ടി ആരൊക്കെ ചത്ത കാണണം. മതിയായി. എനിക്ക് മടുത്തു. ഇത്രയും കാലം ഒരു ഭ്രാന്തിയായി നിങ്ങളുടെ ചോൽപ്പടിക്കുന്നില്ലേ ഞാൻ? നിങ്ങളുടെ കൈ കൊണ്ട് മരിച്ച കുഞ്ഞുദേവിയുടെ ശാപ ഇതൊക്കെ. അമ്മിണി, വയ്യ, എനിക്ക് വയ്യ. എല്ലാരും അറിയണം. നിങ്ങളുടെ പണക്കൊതി കൊണ്ട് നശിച്ചു വീഴാറായി ഈ തറവാടിന് ഇനി മോക്ഷം ഉണ്ടാവണം. ഇല്ല, നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്ന പോലെ ഈ അമ്മയ്ക്ക് ഭ്രാന്തില്ല. എല്ലാം ഇയാൾക്ക് വേണ്ടിയായിരുന്നു. അമ്മിണി, ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചൂടെ? ദേശക്കാരി, നാട്ടുകാരി, കുടുംബക്കാരി ഒക്കെ വെറുപ്പിച്ചു. അവസാനം അച്ഛനെ ഭഗവതി പടിയിറങ്ങിയില്ലേ? ഇനി ആർക്കും വേണ്ടിയാ ഇതൊക്കെ? എല്ലാവർക്കും കൊടുത്തൂടെ? കൊടുക്കാം, എല്ലാം കൊടുക്കാം. പാരമ്പര്യമായ കീഴ്വഴക്കങ്ങൾ തന്നെ നടക്കട്ടെ. കാർത്യായനി, എല്ലാം ഏർപ്പാടാക്കിക്കോ. എന്താ ഈ പറയണേ? ഇത്രയും കാലം കൊണ്ടു നടന്ന വാളും ജലമ്പും കൊടുക്കേ? അതെ, ആ തുരുമ്പിച്ച വാളും ചെലമ്പും അവര് തന്നെ വെച്ചോട്ടെ. പക്ഷേ ആ നിധി അതൊരിക്കലും ഈ കൃഷ്ണനുണ്ണി ആർക്കും വിട്ടുകൊടുക്കില്ല. എന്തായാലും അങ്ങുന്നിന്റെ ബുദ്ധി അപാരം തന്നെ. ആ. വാടോ.
അയ്യോ, എന്താ എന്താ പറ്റിയേ? എന്റെ ഭഗവതി,